ഒരു കാര്യം ഇബാദത്താണ് എന്ന് പറയണമെങ്കിൽ അത് അള്ളാഹുവിന് മാത്രമായി തൗഹീദോടുകൂടി സമർപ്പിക്കുമ്പോൾ മാത്രമേ അതിന് ഇബാദത്ത് എന്ന് പറയുകയുള്ളൂ. ഏതുപോലെ ഒരാൾ നമസ്കരിച്ചു ഒളു എടുക്കാതെ, അല്ലെങ്കിൽ ശുദ്ധിയില്ലാതെ ഒരാൾ നമസ്കരിച്ചു, അതിന് നമസ്കാരം എന്ന് പറയുകയില്ല. ഒരാൾ പള്ളിയിൽ കയറി 4 റക്അത്ത് നിസ്കരിച്ചു, പക്ഷെ അയാൾ ഒളു എടുത്തിട്ടില്ല, ഫാത്തിഹ ഓതി എല്ലാ കാര്യങ്ങളും റുക്കൂ സുജൂദ് ഇരുത്തം ഒക്കെ ഉണ്ട്, പക്ഷേ അതിന് നമസ്കാരം എന്ന് പറയില്ല. കാരണം എന്താ? ഒന്നുമില്ല. ഇതുപോലെയാണ് ഒരാൾ കുറെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തു, പക്ഷേ അയാൾ അള്ളാഹുവിന് മാത്രമല്ല ഇബാദത്ത് ചെയ്യുന്നത്, അതിൽ പങ്കു ചേർക്കുന്നു എങ്കിൽ അയാൾ അള്ളാഹനെ ആരാധിച്ചിട്ടില്ല. അപ്പൊ ചെയ്ത കാര്യം ഇല്ലാതായി പോകും. അപ്പൊ ഇബാദത്ത് എടുക്കാത്ത ഒരാളെ പോലെയാണ് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കുകയും അതോടൊപ്പം ശിർക്ക് വെക്കുകയും ചെയ്യുന്നവൻ. ഒരാൾ അള്ളാഹുവിനുള്ള ഇബാദത്തിനോടൊപ്പം ശിർക്ക് കൂടി കൂട്ടിക്കലർത്തിയാൽ അത് ഒരാൾ ഒളു ചെയ്തതിന് ശേഷം ഒളുവിനെ പൊളിക്കുന്ന ഒരു കാര്യം ചെയ്തതുപോലെയാണ്. ഒളു എടുത്തു, ഒളു പോയി, എന്നിട്ട് പിന്നെ നിസ്കരിക്കുകയാണ്. അപ്പൊ നേരത്തെ ഞാൻ ഒളു എടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഒളു നഷ്ടപ്പെട്ടു പോയി. ഇതുപോലെ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു, പിന്നെ അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിച്ചു, അപ്പൊ നേരത്തെ വിശ്വാസം പോയി. അപ്പൊ അവിടെ എന്താ? ഒളു എടുത്തു, പക്ഷേ ഒളു മദ്രസയിൽ ഫിഖ്ഹിലോ പഠിക്കുന്ന കാര്യമല്ല, നവാഖിദുൽ വുളു, ഒളുവിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ. അപ്പൊ ഒളു ഉണ്ടായിരുന്നു, ഒളുവിനെ നഷ്ടപ്പെടുത്തി. ഇതുപോലെയാണ് അള്ളാഹുൽ വിശ്വസിച്ചു, റസൂൽ വിശ്വസിച്ചു, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തു, പക്ഷേ അത് പൊളിച്ചു കളയുന്ന ഒളു മുറിയുന്ന കാരണങ്ങൾ പോലെ, കാരണങ്ങൾപ്പെട്ടത് കാരണം ഉണ്ടായാൽ ഒളു മുറിയുന്നത് പോലെ ഇബാദത്ത് പൊളിഞ്ഞു പോകുന്ന ഒരു കാര്യം ചെയ്താൽ അവന്റെ ഇബാദത്ത് പോയി. ഇത്രേ ഉള്ളൂ, പെട്ടെന്ന് മനസ്സിലാണ് വിഷയം. ഒളു മുറിഞ്ഞ് ഒരുത്തം നിസ്കരിച്ചാൽ കാരല്ല. അതുപോലെ ശിർക്കോടുകൂടി അള്ളാഹ്ക്ക് ഇബാദത്ത് എടുത്താൽ ഇബാദത്തില്ല, പിന്നെ നിസ്കരിച്ചില്ല, ഒമ്പോറ്റില്ല, ഒന്നുമില്ല.